പ്രേമലു സിനിമ റിലീസ് ആയതുമുതൽ ഉയരുന്ന ഒരു ചോദ്യമാണ്, ഈ ചിത്രത്തിൽ മീനാക്ഷി അവതരിപ്പിച്ച നിഹാരിക എന്ന കഥാപാത്രത്തിന്റെ പ്രസക്തി എന്തായിരുന്നു എന്നത്. സിനിമയിൽ റീനുവിന്റെയും കാർത്തികയുടെയും റൂംമേറ്റായിട്ടാണ് നിഹാരികയെ കാണിക്കുന്നത്. ഒന്നോ രണ്ടോ കോമഡി സീനുകൾ മാറ്റി നിർത്തിയാൽ ഈ കഥാപാത്രത്തിന് സിനിമയിൽ യാതൊരു പ്രാധാന്യവുമില്ല. നിഹാരികയെ ഒഴിവാക്കി ആ ഫ്ളാറ്റിൽ റീനുവും കാർത്തികയും മാത്രമാണ് താമസം എന്ന് കഥ മാറ്റി എഴുതിയാലും സിനിമയ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ റീനുവും നിഹാരികയും തമ്മിൽ ഒരു ബന്ധം കാണാം. റീനുവിന്റെ നേർവിപരീതമാണ് നിഹാരികയുടെ സ്വഭാവം. റീനു 30 വയസ്സിനകം തന്നേക്കാൾ മെച്യൂരിറ്റിയുള്ള ഒരാളെ വിവാഹം കഴിച്ച് കുട്ടികളൊക്കെയായി സെറ്റിലാകണം എന്ന പ്ലാനിംഗോടുകൂടിയാണ് ജീവിക്കുന്നത്. അവൾക്ക് നല്ലൊരു ജോലിയുണ്ട്. അങ്ങനെ ഏറെക്കുറെ ഒരു ഡിസിപ്ലിനുള്ള കഥാപാത്രമാണ് റീനുവിന്റേത്. എന്നാൽ നിഹാരിക ഇതിനെല്ലാം ഓപ്പോസിറ്റാണ്. കല്യാണപ്രായമായിട്ടും അവൾ കല്യാണം കഴിച്ചിട്ടില്ല, ജോലിയില്ല. സിഗരറ്റും മദ്യപാനവുമായി ആളുകളോട് ഇരന്നു കാശു വാങ്ങാൻ പോലും അവൾക്ക് മടിയില്ല. ചുരുക്കം പറഞ്ഞാൽ യാതൊരു സെൽഫ് റെസ്പെക്റ്റും ഡിസിപ്ലിനും ഇല്ലാത്ത ഒരു കഥാപാത്രം. കാർത്തിക ഫ്ളാറ്റിൽ നിന്നും പോയതിനുശേഷം റീനുവും നിഹാരികയും മാത്രമാകുന്നു. ആ സമയത്തെല്ലാം റീനു നിഹാരികയിൽ കാണുന്നത് താൻ ഒരിക്കലുമാകാൻ ആഗ്രഹിക്കാത്ത ഒരാളെയാണ്. ഇതേ സമയത്താണ് സച്ചിന്റെ UK വിസ ഒക്കെ ആയത്. സച്ചിനോടിപ്പോൾ നോ പറഞ്ഞാൽ പിന്നീട് തനിക്ക് നല്ലൊരു ലൈഫ് പാർട്ണറെ കണ്ടെത്താനാവാതെ നിഹാരികയുടെ അവസ്ഥ വരുമോ എന്ന് റീനു ആലോചിച്ചിട്ടുണ്ടാകും. പേടിയും ആഗ്രഹങ്ങളുമാണ് മനുഷ്യനെക്കൊണ്ട് ശക്തമായ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്. ഇവിടെ നിഹാരികയുടെ അവസ്ഥ തനിക്ക് വരുമോ എന്ന ഭയം കൊണ്ടാണ് റീനു സച്ചിനോട് യെസ് പറയുന്നത്. ഈയൊരു ഇമ്പാക്റ്റിനു വേണ്ടിയായിരിക്കണം നിഹാരിക എന്ന കഥാപാത്രത്തെ സിനിമയിൽ ആഡ് ചെയ്തത്. സിനിമയുടെ അണിയറപ്രവർത്തകർ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ എനിക്കിങ്ങനെയാണ് തോന്നിയത്.